ദൈവവചനം ശ്രദ്ധയ്ക്കെടുക്കുമ്പോൾ 2 തിമോത്തിയോസിന്റെ ലേഖനത്തിൽ നിന്ന് നമ്മൾ വചനം ഒന്ന് നോക്കുന്നത്. 2 തിമോത്തിയോസിന്റെ ലേഖനം 1-ാം അധ്യായത്തിനകത്ത് വരുമ്പോ സ്തോത്രം, പൗലോസ് അപ്പോസ്തലൻ തിമോത്തിയോസിനെ കുറിച്ച് എഴുതുന്നത് 1:3. ഈ എഴുത്ത് തന്നെ, ഈ തിമോത്തിയോസിന്റെ ലെറ്റർ തന്നെ തിമോത്തിക്ക് എഴുതിയിരിക്കുന്ന ലെറ്റർ. ഈ ലെറ്റർ തിമോത്തിക്ക് എഴുതിയത് ഇത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ആഗ്രഹപ്രകാരം നമ്മൾക്കും വായിക്കാൻ വേണ്ടി ദൈവം ഇത് സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന. ഇത് തിമോത്തിയോസിന് മാത്രമല്ല, ഇന്ന് ദൈവരാജ്യത്തിന് വേണ്ടി നിൽക്കുന്നതും ദൈവരാജ്യത്തിന് വേണ്ടി ഓടുന്ന സകലവർക്കും ഉള്ളതാണ്. അപ്പം നമുക്കറിയാം ഇത് തിമോത്തിയോസിന് തിമോത്തിക്ക് മാത്രം എഴുതിയതാന്ന്, അല്ലെങ്കിൽ തിമോത്തി വായിക്കാൻ വേണ്ടി എഴുതിയതാ. 2 തിമോത്തിയോസ് 1:2 2 Timothy chapter 1 verse number 2 അതിനകത്ത് പൗലോസ് അപ്പോസ്തലൻ ഇങ്ങനെ പറയുന്നുണ്ട്, ഐ ആം റൈറ്റിംഗ് ടു ടിമോത്തി മൈ ഡിയർ സൺ. ഉണ്ടോ, ഞാൻ എൻ്റെ പ്രിയ മകനായ തിമോത്തിയോസിന് എഴുതുന്നത്. അല്ലേ? എന്നിട്ട് 2 തിമോത്തിയോസിന്റെ ലേഖനം 1-ാം അധ്യായം 2-ാം വാക്യം. അത് കഴിഞ്ഞ് തിമോത്തിയോസിന് പറയുന്ന കുറെ കാര്യങ്ങൾ, തിമോത്തിയോസിനോട് ഏൽപ്പിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്. ആ ഏൽപ്പിക്കുന്നതൊക്കെ ഇന്ന് നമുക്ക് ഉപകാരമുള്ളതാണ്. നമ്മളിന്ന് കുറച്ച് ചെറിയൊരു ഭാഗം മാത്രം ഒന്ന് നോക്കാം. അതിന്റെ 3 തൊട്ട് 7 വരെയുള്ള വാക്യങ്ങൾ നമുക്കൊന്ന് ശ്രദ്ധയ്ക്ക് എടുക്കാം. അപ്പം തിമോത്തിയോസിനോട് പറയാ, 3-ാം വാക്യം പറയാ, ടിമോത്തി, ഐ താങ്ക് ഗോഡ് ഫോർ യു, the God I serve with a clear conscience, just as my ancestors did. Night and day I constantly remember you in my prayers. ഉറപ്പ് കൊടുക്കുക തിമോത്തിയോസിന്. പൗലോസിന്റെ സ്വന്തം മോന് എന്ന് പറഞ്ഞ് ഉള്ള വിധത്തിലാണ് തിമോത്തിയോസിനെ കണ്ടത്. അപ്പൊ അതിനകത്ത് കാണാൻ കാരണമുണ്ട്. തിമോത്തിയോസിന്റെ സ്വഭാവത്തിനെ കുറിച്ച് വർണ്ണിക്കുന്നുണ്ട് പൗലോസ്. തിമോത്തിയോസിന്റെ പാരമ്പര്യത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. എല്ലാ വിധത്തിലും തിമോത്തിയോസിന്റെ ആ ജാഗ്രത, കർത്താവിനെ സേവിക്കാനായിട്ടുള്ള ജാഗ്രത കണ്ടിട്ട് പൗലോസിന് അടങ്ങിയിരിക്കാൻ പറ്റിയില്ല. ഈ തിമോത്തിയോസിനെ സ്വന്തം മോനായിട്ട് അങ്ങ് ദത്തെടുത്തതുപോലെ അങ്ങ് ആയിത്തീർന്നു. എന്നിട്ട് ഇവിടെ പറയാ, ഞാൻ നിന്നെ എപ്പോഴും രാവും പകലാം. 3-ാം വാക്യം 2 തിമോത്തിയോസ് 1:3 അത് മലയാളത്തിൽ നിന്ന് വായിച്ച്. ടിമോത്തി, ഐ താങ്ക് ഗോഡ് ഫോർ യു. എന്റെ പ്രാർത്ഥനയിൽ രാവും പകലും ഇടവിടാതെ നിന്നെ സ്മരിച്ച് നിന്റെ കണ്ണുനീർ ഓർത്ത് നിന്നെ കണ്ട് സന്തോഷപൂർണനാകുവാൻ വാഞ്ചിച്ചും കൊണ്ട് ഞാൻ പൂർവന്മാരുടെ ദൃഷ്ടാന്തം അനുസരിച്ച് നിർമ്മല മനസ്സാക്ഷിയോടെ ആരാധിക്കുന്ന ദൈവത്തിന് നിന്റെ നിർവ്യാജ വിശ്വാസത്തിന്റെ ഓർമ്മ നിമിത്തം സ്തോത്രം ചെയ്യുന്നു. അത് മലയാളത്തിൽ 3, 4, 5 എല്ലാം കൂടെ അതിനകത്തുണ്ട്, അല്ലെ? അപ്പം വചനത്തിനകത്ത് പറയുക, രാവും പകലും തിമോത്തിയോസെ നിന്നെ ഓർത്ത് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പം ഏതൊരു ദൈവവേല ചെയ്യുന്ന ഒരു വ്യക്തിയുടെ പിൻപിൽ ആരെങ്കിലുമൊക്കെ കണ്ണുനീരൊഴുക്കി രാവും പകലും പ്രാർത്ഥിക്കാനുണ്ട്. സ്തോത്രം. തിമോത്തിയോസിനെ ഓർത്ത് പൗലോസ് പ്രാർത്ഥിക്കുന്നു. എങ്ങനെയാ പ്രാർത്ഥിക്കുന്നത്? ഒരു നേരമൊന്നുമല്ല, രാവും പകലും ഇടവിടാതെ നിന്നെ ഓർത്ത് ഞാൻ പ്രാർത്ഥിക്കുന്നു. കണ്ടോ, ഇതൊരു വലിയൊരു കാര്യമാണ്. തിമോത്തിയോസ് പിന്നെ സഭാ പാസ്റ്റർ പോലെ, അല്ലെങ്കിൽ സഭാ അധ്യക്ഷനെ ആയിട്ട് അങ്ങനെ ഒരു പദവിയിലേക്ക് നീങ്ങുക. ചെറിയ പ്രായത്തിൽ തന്നെ ദൈവം തെരഞ്ഞെടുത്ത് ആ ചെറിയ പ്രായത്തിൽ തന്നെ ദൈവീക കാഴ്ചകളും ദൈവിക പക്വതയും ഒക്കെ ഉള്ള ഒരു ചെറുപ്പക്കാരനായിരുന്നു. പക്ഷെ പിമ്പിൽ ഉത്സാഹിപ്പിക്കാൻ വേണ്ടി മാത്രമല്ല, അല്ലെങ്കിൽ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി മാത്രമല്ല, പിമ്പിൽ പ്രാർത്ഥിക്കാൻ ഒരു നല്ല ഒരു ദൈവദാസൻ എന്ന് പോലെ പൗലോസ് ഉണ്ടായിരുന്നു. പൗലോസ് മാത്രമല്ല, പക്ഷെ പൗലോസിന്റെ കൂടെ ഈ തിമോത്തിയോസിന്റെ അമ്മയും അമ്മൂമ്മയും ഒക്കെ ഉണ്ടായിരുന്നു. കണ്ടോ? അപ്പൊ ഒരു പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന പിൻബലമുണ്ടെങ്കിൽ എത്രയധികം അവർക്കതൊരു സഹായമായി തീരും. തിരുവചനത്തിനകത്ത് ഇവിടെ പറയുക, ഞാൻ രാവും പകലും നൈറ്റ് ആൻഡ് ഡേ ഐ കോൺസ്റ്റന്റ്ലി റിമെമ്പർ യു ഇൻ മൈ പ്രേയേഴ്സ്. കണ്ടോ, ഞാൻ രാവിലെയും വൈകിട്ടും സമയം നോക്കാതെ ഇടവിടാതെ എപ്പോഴും നീ എൻ്റെ ഹൃദയത്തിനകത്തുണ്ട്, നിനക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ
മക്കൾക്ക് വേണ്ടിയോ അല്ലെങ്കിൽ ആരെങ്കിലും ദൈവ വേല ചെയ്യുന്നവർക്ക് വേണ്ടിയോ ഒക്കെ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കണം. എന്താന്ന് വെച്ചാൽ ദൈവരാജ്യം, ക്രിസ്തുവിന്റെ രാജ്യം ഇന്ന് ഭൂമിയിൽ വളർന്ന് പന്തലിക്കണം. ആരെങ്കിലുമൊക്കെ പോയി ദൈവവേല ചെയ്യുന്നവരുണ്ടെങ്കിൽ, ആരെങ്കിലുമൊക്കെ കർത്താവിന് വേണ്ടി വില കൊടുത്ത് നിൽക്കുന്നവരുണ്ടെങ്കിൽ അവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ, സ്തോത്രം. ഇടവിടാതെ പ്രാർത്ഥിക്കണം. കർത്താവിന് മഹത്വം. എന്നിട്ട് പറയാ അവരെ കാണുന്ന കാര്യമൊക്കെ പറഞ്ഞിട്ട്, എന്നിട്ട് 5-ാം വാക്യത്തിനകത്തേക്ക് നമുക്ക് വരാം. 5-ാം വാക്യം, ഐ റിമെമ്പർ യുവർ ജെനുവിൻ ഫെയ്ത്ത്, ഫോർ യു ഷെയർ ദ ഫെയ്ത്ത് ദാറ്റ് ഫസ്റ്റ് ഫിൽഡ് യുവർ ഗ്രാൻഡ് മദർ ലോയിസ് ആൻഡ് യുവർ മദർ യൂനിസ്, ആൻഡ് ഐ നോ ദാറ്റ് സെയിം ഫെയ്ത്ത് കണ്ടിന്യൂസ് സ്ട്രോങ് ഇൻ യു. 5-ാം വാക്യം, അതിനകത്തൊരു മർമ്മമുണ്ട്. 5-ാം വാക്യം ഒന്ന് വായിക്കാം. ആ വിശ്വാസം ആദ്യം നിന്റെ വലിയമ്മ ലോവീസിലും അമ്മ യുനീക്കയിലും ഉണ്ടായിരുന്നു, നിന്നിലും ഉണ്ടെന്ന് എനിക്ക് ഉറപ്പുണ്ട്. എങ്ങനത്തെ വിശ്വാസമാ? തലമുറയായിട്ട് കടന്നു വന്ന വിശ്വാസം. അമ്മൂമ്മയുടെ അകത്ത്. അപ്പൊ ഒരു പ്രാർത്ഥിക്കുന്ന കുടുംബത്തിൽ ജനിച്ചു വളർന്നതാ തിമോത്തിയോസ്. നല്ല പ്രാർത്ഥന അന്തരീക്ഷത്തിൽ വളർന്നതാ. ഹല്ലേലൂയ. ഇങ്ങനെയൊക്കെ പ്രാർത്ഥന അന്തരീക്ഷത്തിൽ വളരുന്ന നമ്മുടെ കുഞ്ഞുങ്ങളെ കുറിച്ചൊന്നും ഓർത്ത് നമ്മൾ ഭാരപ്പെടേണ്ട. ചെറിയ നാള് തൊട്ടേ അവരുടെ കാതുകൾക്കകത്ത് ദൈവവചനം കേട്ടോണ്ടേ ഇരിക്കുക. നമ്മൾ ചിലപ്പോൾ നോക്കുമ്പോൾ അവര് പ്രാർത്ഥിക്കുന്നില്ലായിരിക്കാം, അല്ലെങ്കിൽ അവർ ഓടിക്കളിക്കുകയായിരിക്കാം, അല്ലെങ്കിൽ അവർ ഇരുന്ന് ഉറങ്ങുമായിരിക്കാം, അല്ലെങ്കിൽ അവർ വരച്ചോണ്ടിരിക്കുകയായിരിക്കാം, പലതുമായിരിക്കാം. പക്ഷെ ഒരു ഉറപ്പ് പറയട്ടെ, നല്ല പ്രാർത്ഥിക്കുന്ന ഒരു കുടുംബത്തിനകത്തുള്ള മക്കളാണോ, അവര് വഴിതെറ്റിയൊന്നും പോകത്തില്ല, അവര് നശിച്ചു പോകത്തില്ല. അവര് ദൈവവചനത്തിന്റെ വേര് പിടിച്ച അവര് വളരുന്നത്. സത്യ ആരാധന, അല്ലെങ്കിൽ ആത്മാവിലും സത്യത്തിലുമുള്ള ആരാധന ഈ തിമോത്തിയോസിന്റെ വീട്ടിൽ വെളിപ്പെട്ടിട്ടുണ്ട്. എന്താണെങ്കിലും അവര് നല്ല പ്രാർത്ഥനയുള്ള ഒരു അമ്മൂമ്മയും പ്രാർത്ഥനയുള്ള ഒരു അമ്മയും ആ അമ്മയുടെ വയറ്റിലുണ്ടായ ഒരു മകനാ ഈ തിമോത്തിയോസ്. കണ്ടോ, ആ പ്രാർത്ഥനയുടെ വലിപ്പ. പൗലോസ് പറയുന്നു, ഞാൻ നിനക്ക് വേണ്ടി ഇടവിടാതെ പ്രാർത്ഥിക്കുന്നു. എന്നിട്ട് പറയുന്നു, നിന്റെ അമ്മയും നിന്റെ അമ്മൂമ്മയും പ്രാർത്ഥിച്ചതിന്റെ ഫലമാ നീയും ഒരു നല്ല പ്രാർത്ഥനാക്കാരനാ, അല്ലെ? സ്തോത്രം. അവിടെ അങ്ങനെ പറയുന്നുണ്ട്, ഐ റിമെമ്പർ യുവർ ജെനുവിൻ ഫെയ്ത്ത്. പൗലോസ് തിമോത്തിയോസിനെ കണ്ടു കഴിഞ്ഞിട്ട് എഴുതി പറയുക, ഞാൻ ഓർക്കുന്നുണ്ട് നിന്നെ കണ്ടപ്പം നിന്റെ അകത്ത് കിടക്കുന്ന യഥാർത്ഥമായ വിശ്വാസം ഞാൻ ഓർക്കുന്നുണ്ട്, കളങ്കമില്ലാത്ത വിശ്വാസം ഞാൻ ഓർക്കുന്നുണ്ട്. കണ്ടോ, അപ്പൊ പ്രാർത്ഥനാ ജീവിതവും ഇല്ലാത്ത വ്യക്തി അല്ലായിരുന്നു തിമോത്തിയോസ്. അമ്മയും അമ്മൂമ്മയും പ്രാർത്ഥിക്കുന്ന, മനസ്സിലാക്കണം, ഒരു ഗ്രീക്ക് അപ്പന്റെ മകന് ഈ തിമോത്തിയോസ്. പക്ഷെ ആ ഗ്രീക്ക് വിധത്തിലൊന്നും പോകാതെ സത്യ ആരാധനയെ കുറിച്ച് തിരിച്ചറിയണമെങ്കിൽ എത്ര വലിയൊരു റോൾ അമ്മയും അമ്മൂമ്മയും ഈ തിമോത്തിയോസിന്റെ ജീവിതത്തിൽ നടത്തിയിട്ടുണ്ട്, അല്ലെ? ഒരു കുടുംബത്തിനകത്ത് മക്കളെയൊക്കെ വളർത്തിക്കഴിഞ്ഞ അമ്മമാർ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നുണ്ട് മക്കളെ. അല്ലേ? ഇന്ന് ആ സ്വാധീനം നമ്മൾ, അല്ലെങ്കിൽ ആ ഒരു ഇൻഫ്ലുവൻസ്, നമുക്ക് അമ്മമാർക്ക് തന്നിരിക്കുന്ന ഇൻഫ്ലുവൻസ് ശക്തമായിട്ട് മക്കളുടെ മേൽ നമ്മൾ ഉപയോഗിക്കണം. പ്രത്യേകിച്ച് അവരെ പ്രാർത്ഥനാ ജീവിതത്തിൽ വളർത്തിക്കൊണ്ടുവരാൻ നമ്മൾ അറിയുന്ന സത്യം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ പകർന്നു കൊടുക്കണം. ഹല്ലേലൂയ. ഈ അമ്മൂമ്മയും ഈ അമ്മയും ഈ മകന് ഇത് പകർന്നു കൊടുത്തു. ഹല്ലേലൂയ. അതുകൊണ്ടാ പൗലോസ് പറയുന്നത്, നിന്റെ വിശ്വാസം കളങ്കമില്ലാത്ത വിശ്വാസം, നിന്റെ വിശ്വാസം ജെനുവിൻ ഫെയ്ത്ത്. ഹല്ലേലൂയ. എന്നിട്ട് പറയുവാണ്, യു ഷെയർ ദ ഫെയ്ത്ത് ദാറ്റ് ഫസ്റ്റ് ഫിൽഡ് യുവർ ഗ്രാൻഡ് മദർ. കണ്ടോ, നിന്റെ അമ്മൂമ്മയുടെ അകത്ത് ആദ്യം വന്ന വിശ്വാസം, അത് തീ കത്തുന്നത് പോലെ നിന്റെ അമ്മയ്ക്കകത്തേക്ക് കയറി, അത് നിന്റെ അകത്തേക്ക് കയറി. അതേ വിശ്വാസം നിന്റെ അകത്ത് കിടക്കുന്നത്. അപ്പൊ ആ വിശ്വാസത്തിന്റെ ക്വാളിറ്റി കണ്ടോ. തലമുറ നീങ്ങും തോറും ഈ വിശ്വാസം വർദ്ധിച്ചു വരണം, കുറഞ്ഞല്ല പോകേണ്ടത്. അല്ലയോ? കുടുംബങ്ങൾക്കകത്തൊക്കെ പലയിടത്തും ഇന്ന് കേൾക്കുന്നത്, അപ്പനും അമ്മയും പ്രാർത്ഥന, ചിലപ്പോ അവര് കുടുംബ പ്രാർത്ഥനയൊക്കെ തുടങ്ങിയത് മക്കൾ വഴിതെറ്റി പോകാൻ തുടങ്ങിയപ്പോഴാ. ഹല്ലേലൂയ. അങ്ങനെ ആവല്ല്. സ്തോത്രം. നമ്മളുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്ന നമ്മളുടെ കുടുംബങ്ങള് ക്രിസ്തുവിൽ വേര് പിടിച്ച് വളരണം. ഹല്ലേലൂയ. അത് നമ്മളുടെ ഉത്തരവാദിത്തമാണ്. ദൈവം നമ്മളുടെ കയ്യില് ജീവിതങ്ങൾ തന്നിട്ടുണ്ടെങ്കിൽ, അയ്യോ കുഞ്ഞ് അവിടെ കിടന്ന് ഉറങ്ങട്ടെ, ഞാനിരുന്ന് പ്രാർത്ഥിക്കുക, അല്ലെങ്കിൽ ഞാൻ പ്രാർത്ഥനയ്ക്ക് പോവാ, അല്ലെങ്കിൽ കുഞ്ഞ് അവിടെ വീട്ടിലിരിക്കട്ടെ, ഞാന് ആരാധനയ്ക്ക് പോകാം, അല്ലെങ്കിൽ ഈ ആഴ്ച ഭയങ്കര ക്ഷീണമാ,
ഈ ആഴ്ച എങ്ങനെ ആരാധനയ്ക്ക് പോകുന്നു? ഈ ആഴ്ച മൊത്തം ഭയങ്കര ജോലിയായിരുന്നു, ഞാൻ കിടന്നുറങ്ങട്ടെ. ജീവിതമേ ഉറങ്ങിപ്പോകും. ഹല്ലേലൂയ. എത്ര വയ്യെങ്കിലും എത്ര കഷ്ടപ്പെട്ടാണെങ്കിലും സ്തോത്രം, ഹല്ലേലൂയ, എങ്ങനെങ്കിലും ഒക്കെ ആരാധനകളും മുടക്കല്ല്, ഹല്ലേലൂയ, പ്രാർത്ഥനാ കൂട്ടായ്മകളും മുടക്കല്ല്, ദൈവവചന ധ്യാനം മുടക്കല്ല്, ഹല്ലേലൂയ. ദിവസം തോറും ഈ നല്ല മന്ന കേൾക്കാനായിട്ടും അത് പ്രാർത്ഥിക്കാനും അത് കുടുംബത്തിനകത്ത് മറ്റുള്ളവരുടെ പ്രത്യേകിച്ച് തലമുറകളുടെ ഇടയിൽ വ്യാപരിക്കുവാനും അതിശക്തമായിട്ട് പ്രവർത്തിക്കണം. സ്തോത്രം. എന്റെ ഉറപ്പുണ്ട് ആ അമ്മൂമ്മയുടെ അകത്ത് വന്ന വിശ്വാസം, അമ്മൂമ്മയുടെ ആ ജാഗ്രത കൊണ്ട് അവരുടെ മകൾക്കകത്തേക്ക് ആ വിശ്വാസം വന്ന് ഈ മകളും അതേപോലെ തീ പോലെ ദൈവസന്നിധിയിൽ നിന്നത് കൊണ്ടാണ് അല്ല ഒരു ഗ്രീക്ക് അപ്പൻ ഉണ്ടായിരുന്ന വീട്ടിലാണെങ്കിൽ പോലും ഈ മകനെ സത്യ ആരാധനയ്ക്കകത്ത് സത്യ ദൈവത്തിനെ പിന്തുടരുവാൻ വേണ്ടി ഈ മകനെ പഠിപ്പിക്കാൻ സാധിച്ചത്. ഹല്ലേലൂയ. നമ്മളുടെ കയ്യിലൊക്കെ ഏൽപ്പിച്ചിരിക്കുന്ന വലിയ ഉത്തരവാദിത്തമാ. ഒരു ഉത്തമമായ സ്ത്രീയെ കുറിച്ച് വചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് അല്ലേ? ഇന്ന് സ്ത്രീകളായിരിക്കുന്ന നമ്മളെയൊക്കെ കർത്താവ് വലിയ ദൗത്യമായി ഏൽപ്പിച്ചിരിക്കുന്നത്. നമ്മളുടെ കുഞ്ഞുങ്ങളെ, നമ്മളുടെ ഭർത്താക്കന്മാരെ, നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്ന ജനങ്ങളെയൊക്കെ ക്രിസ്തുവിലേക്ക് നയിക്കുവാൻ ആദ്യം ശുശ്രൂഷ ചെയ്തത് സ്ത്രീകൾ മാത്രമല്ല, യേശുവിന്റെ കൂടെ നടന്ന് യേശുവിനെ ശുശ്രൂഷിച്ചതും സ്ത്രീയ. ഹല്ലേലൂയ. സ്തോത്രം. മരിയയ്ക്ക് അഭാഗ്യം കിട്ടുന്നത് യേശുവിനെ വഹിക്കാൻ, വചനമായ യേശുവിനെ വഹിക്കാൻ അല്ലെ? ദൈവം സ്ത്രീകളെയായി ഏൽപ്പിച്ചിരിക്കുന്നത് കുഞ്ഞുങ്ങളെ ഭൂമിയിൽ പ്രസവിച്ച് കൊണ്ടുവരാൻ വേണ്ടി, കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ടുവരാൻ വേണ്ടി. എന്നാ വലിയ ഭാഗ്യമാ നമ്മളുടെ കയ്യില് മക്കളെ ഏൽപ്പിച്ചിരിക്കുവാൻ, നമ്മൾ അവരെ മോൾഡ് ചെയ്തെടുക്കാൻ. ഹല്ലേലൂയ. പ്രായമായി കഴിഞ്ഞിട്ട് അയ്യോ അങ്ങനെയാ ഇങ്ങനെയാ എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കുഞ്ഞുനാളെ കുഞ്ഞ് ജനിക്കുമ്പം തൊട്ട് ഒരു അമ്മ എന്താ ചെയ്യുന്നത്? എണ്ണ തൂത്ത് തുടച്ച് അതിന്റെ ദേഹത്ത് തൂക്കുന്നു, ആഹാരം കൊടുക്കുന്നു, പാട്ട് പാടുന്നു, അതിനെ കുളിപ്പിക്കുന്നു അല്ലെ? അതേപോലെ ഉത്തരവാദിത്തമുണ്ട് ദൈവവചനം ഏൽപ്പിച്ചു കൊടുക്കാൻ. ഹല്ലേലൂയ. 3 നേരമല്ല 5 നേരം ആഹാരം കൊടുക്കുന്നതിനോടൊപ്പം ദൈവവചനം കൂടെ കൊടുക്കാൻ ഒരു അമ്മയുടെ ഉത്തരവാദിത്തമുണ്ട്. ഈ അമ്മയും അമ്മൂമ്മയും ഒക്കെ അവരുടെ ഉത്തരവാദിത്തം അത്ര ശക്തമായിട്ട് എടുത്തത് കൊണ്ടാണ് തീവ്ര സ്പിരിറ്റോടെ നിന്ന് ഒരു പൗലോസ് പറയാനിടയായത്, തിമോത്തിയോസേ, നിന്റെ വിശ്വാസം ഞാൻ കണ്ടു. നിന്റെ വിശ്വാസം ഇറ്റ് ഈസ് ജെന്യുവിൻ ഫെയ്ത്ത്. അത് സത്യമായ വിശ്വാസം നിന്റെ കയ്യിലുള്ളത്. തലമുറയായിട്ട് നിന്റെ അകത്ത് കിടക്കുന്ന വിശ്വാസമാ. ഹല്ലേലൂയ. എന്നിട്ട് പറയുക, അപ്പൊ എവിടോ തിമോത്തിയോസിന് പ്രായമായപ്പം എവിടോ ഒരിച്ചിരി മങ്ങല് വന്നു കാണും. അതുകൊണ്ട് അടുത്ത വരികളില് എഴുതി വെച്ചിരിക്കുന്നത്, ഐ നോ ദാറ്റ് സെയിം ഫെയ്ത്ത് കണ്ടിന്യൂസ് സ്ട്രോങ് ഇൻ യു. എന്നിട്ട് 6-ാം വാക്യത്തിനകത്ത് പറയാ, this is why I remind you to fan into flames the spiritual gift God gave you when I laid my hands on you. കണ്ടോ? നീ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാ, നീ നല്ല ആരാധനയും നല്ല സത്യവിശ്വാസമുള്ള ഒരു വ്യക്തിയാ. പക്ഷെ നിന്റെ അകത്ത് ആ തീ, പരിശുദ്ധാത്മാവിന്റെ തീ ഒന്ന് കത്തി ജ്വലിക്കണമെങ്കിൽ ഞാനൊന്ന് കൈവെക്കണമായിരുന്നു. അപ്പൊ പൗലോസ് പറയാ, ഞാൻ കൈവെച്ചപ്പോ നിന്റെ അകത്ത് കിടന്ന ആത്മീയ വരങ്ങളെല്ലാം തീ കത്തി. ഹല്ലേലൂയ. എന്നിട്ട് അതിനെക്കുറിച്ച് ഓർമ്മിപ്പിക്കുക. കണ്ടോ? ദിസ് ഇസ് വൈ ഐ റിമൈൻഡ് യു ടു ഫാൻ ഇൻ ടു ഫ്ലെയിംസ്. 6-ാം വാക്യം ഒന്ന് വായിച്ചേ. അതുകൊണ്ട് എന്റെ കൈവെപ്പിനാൽ നിന്നിലുള്ള ദൈവത്തിന്റെ കൃപാവരം എന്റെ കൈവെപ്പിനാൽ നിന്റെ അകത്ത് കിടക്കുന്ന കൃപാവരങ്ങളെ നീ ജ്വലിപ്പിക്കണം. എന്നിട്ട് എന്ന് ഞാൻ നിന്നെ ഓർമ്മപ്പെടുത്തു. അപ്പൊ എവിടോ ഒരു മങ്ങല് വന്നു തിമോത്തിയോസിന്, എവിടോ ഒരു ക്ഷീണം വന്നു, എവിടോ ഒരു ധൈര്യക്കുറവ് വന്നു. ഈ ധൈര്യക്കുറവ് വന്നപ്പോ പൗലോസ് പറയുക, മോനെ തിമോത്തിയോസെ, നിന്റെ അകത്ത് കിടക്കുന്നത് നിന്റെ അമ്മയുടെയും അമ്മൂമ്മയുടെയും അകത്ത് കിടന്ന വിശ്വാസം. 1, നിന്റെ അകത്ത് കിടക്കുന്നത്. 2, നിന്റെ അകത്ത് കിടക്കുന്ന വിശ്വാസം സത്യമായ വിശ്വാസമാ. 3, നിന്റെ അകത്ത് കിടക്കുന്ന വിശ്വാസം, ഹല്ലേലൂയ, അതിനെ ഒന്ന് നീ കത്തി ജ്വലിപ്പ്. എങ്ങനെയാ? ഞാൻ നിന്റെ മേൽ കൈവച്ചില്ലേ, കൈവച്ചപ്പം നിന്നോട് കുറച്ച് നിന്നെ കുറിച്ചുള്ള കുറെ കാര്യങ്ങൾ പറഞ്ഞില്ലേ, നിന്റെ അകത്ത് കൃപാവരങ്ങൾ പറഞ്ഞില്ലേ, അത് നീ ഒന്ന് ഓർത്തേ. ഹല്ലേലൂയ. ഇത് നീ ഓർക്കുമ്പോൾ എന്ത് സംഭവിക്കും? നിനക്ക് തിരിച്ചറിയും. 7-ാം വാക്യം, ദൈവം നിന്റെ അകത്തിട്ടിരിക്കുന്നത് ഇറ്റ് ഈസ് നോട്ട് എ സ്പിരിറ്റ് ഓഫ് ഫിയർ ആൻഡ് ടിമിഡിറ്റി ബട്ട് ഓഫ് പവർ, ലവ് ആൻഡ് സെൽഫ് ഡിസിപ്ലിൻ. ഒന്ന് വായിച്ചേ.
7. ഭീരുത്വത്തിന്റെ ആത്മാവിനെയല്ല. ഭീരുത്വത്തിന്റെ എന്ന് പറഞ്ഞ ഭീരുത്വത്തിന്റെ ആത്മാവല്ല എന്റെ അകത്ത് കിടക്കുന്നേ. ഭീരുത്വത്തിന്റെ ആത്മാവല്ല, പക്ഷേ ശക്തിയുടെയും സ്നേഹത്തിന്റെയും ആത്മനിയന്ത്രണത്തിന്റെയും പവർ, ലവ് ആൻഡ് സെൽഫ് ഡിസിപ്ലിൻ. അല്ലെ, ഇന്ന് എന്റെയും നിങ്ങളുടെയും അകത്ത് കിടക്കുന്നത് ധൈര്യം പോകുന്ന ആത്മാവല്ല, ക്ഷീണിച്ചു പോകുന്ന ആത്മാവല്ല, മറ്റുള്ളവർ പറയുന്നത് കേട്ടിട്ട് ഭയന്നു പോകുന്ന ആത്മാവല്ല, പക്ഷെ സ്നേഹത്തിന്റെയും ശക്തിയുടെയും ആത്മനിയന്ത്രണത്തിന്റെയും ആത്മാവത്രേ ഇന്ന് നമ്മളുടെ ഓരോരുത്തരുടെയും അകത്ത് കിടക്കുന്നത്. അപ്പൊ എവിടോ തിമോത്തിയോസിന് ഒരു ഇച്ചിരി ഒരു ഡൗട്ട് വന്നു. തിമോത്തിയോസിന് എവിടോ ഒരു ഭയം കയറി. പലവർക്കും അങ്ങനെ കയറും അല്ലെ, ഭയം കയറും, അല്ലെങ്കിൽ ഒരു സംശയം കയറും. ഇത് ശരിയാണോ കർത്താവേ, ഇത് ഞാൻ ഈ പറയുന്നതൊക്കെ ഉള്ളതാണോ, ഞാൻ ഈ ചെയ്യുന്നതൊക്കെ നേരെയാണോ എന്നൊക്കെ ഒരു ഭയം കയറും അല്ലെ. ചിലൊരു നിസ്സാര ഒരു കാര്യം പലവർക്കും ഉള്ളത്, അന്യഭാഷയിലൊക്കെ ആരാധിക്കുമ്പോൾ ചിലവരുടെ അകത്ത് കയറും, അയ്യോ ഇത് ഞാൻ പറയുന്നത് അന്യഭാഷ തന്നെയാണോ എന്നൊക്കെ ഒരു ഡൗട്ടൊക്കെ കയറും അല്ലെ. അല്ലെങ്കിൽ ഞാൻ പറയുന്നത് ശരിയാണോ, ഇനി വേറെ ആരെങ്കിലും പറയുന്നത് ശ്രദ്ധിക്കണോ എന്നൊക്കെ പറഞ്ഞ്. പക്ഷെ ആ ഡൗട്ട് വന്നപ്പം തിമോത്തിയോസിനോട് പറയാം, മോനെ തിമോത്തിയോസെ നീ ഭയപ്പെടാതെ. ധൈര്യമില്ലാത്തത് ദൈവാത്മാവിന്റെ പ്രവർത്തനമല്ല, ഭയം ദൈവാത്മാവിന്റെ പ്രവർത്തനമല്ല. ദൈവാത്മാവിന്റെ പ്രവർത്തനമോ ധൈര്യവും സമാധാനവും സ്നേഹവും ആത്മനിയന്ത്രണവും. കണ്ടോ? എന്നിട്ട് ഇത്രയും പറയാൻ, എന്നിട്ട് അതിന്റെ അടുത്ത വാക്യത്തിൽ പറയുന്നുണ്ട്, ഞാന് മറ്റുള്ളവരോട് യേശുവിനെ കുറിച്ച് പറയുവാൻ എനിക്ക് നാണമൊന്നുമില്ല, എനിക്ക് ലജ്ജയില്ല. കണ്ടോ? അപ്പൊ ഇതായിരിക്കും കാരണം തിമോത്തിയോസിനെ ഓർമ്മിപ്പിക്കാൻ. എന്നുവെച്ചാൽ എവിടെങ്കിലും തിമോത്തിയോസ് ഒന്ന് മങ്ങിക്കാണും, ഒന്ന് അവരോടൊക്കെ ചെന്ന് പറയണോ, അവരോടൊക്കെ പറഞ്ഞാൽ യേശുവിനെ കുറിച്ച് പറഞ്ഞാൽ അവരെന്തോ തോന്നും എന്നൊക്കെ, അല്ലെങ്കിൽ അവരെന്നോട് വഴക്ക് പറയുവോ എന്നൊക്കെ എവിടെങ്കിലും തിമോത്തിയോസിനകത്ത് തോന്നിക്കാണും. അപ്പൊ ഈ തോന്നലിനെ മാറ്റാൻ വേണ്ടി പൗലോസ് എന്തൊക്കെ കാര്യം പറഞ്ഞ ബലപ്പെടുത്തുന്നത്. ഹല്ലേലൂയ. പൗലോസ് പറയുക, ഇന്ന് നമുക്കും ഗുണപാഠമാണ്. ഇന്ന് ഈ വചനം വായിക്കുന്ന, ഈ വചനം ഒന്ന് ധ്യാനിക്കുന്നത് നമുക്ക് ഓരോരുത്തർക്കും ധൈര്യം പകരുന്നത്. എന്താന്ന് വെച്ചാൽ ഇന്ന് ആഗ്രഹിക്കണം, എന്റെ അപ്പന്റെയും അമ്മയുടെയും അകത്ത് കിടന്ന വിശ്വാസത്തിനെ കാട്ടിലും ഇരട്ടി വിശ്വാസം എന്റെ അകത്തുണ്ടാവണം. അവര് ദൈവത്തിനെ അറിഞ്ഞതിലും അപ്പുറം എനിക്കൊന്ന് എന്റെ കർത്താവിനെ അറിയണം. എന്റെ വീട്ടിൽ നടക്കുന്ന പലവരുടെയും വീട്ടിനകത്ത് വെറും മൂളിയുള്ള പ്രാർത്ഥനകൾ കാണും. ഇന്ന് പറയണം, കർത്താവ് എനിക്ക് അങ്ങനത്തെ പ്രാർത്ഥനയൊന്നും അല്ല വേണ്ടത്, എനിക്ക് തീ കത്തുന്ന വേണം. ഞാനും എന്റെ കുടുംബവും നിന്ന് ആരാധിക്കുമ്പോൾ ദൈവ സാന്നിധ്യം, ദൈവ മഹത്വം ഞങ്ങളുടെ നടുവിൽ ഇറങ്ങി വരുന്നത് എനിക്ക് അനുഭവിക്കണം. എനിക്ക് കനമേറിയത് വേണം, ആ സ്വർഗത്തിലുള്ള കനമേറിയ ആത്മസാന്നിധ്യം എനിക്ക് വേണം. ആഗ്രഹിക്കണം. ഈ അമ്മയുടെയും അമ്മൂമ്മയുടെയും അകത്ത് കിടന്നതിലും അപ്പുറമുള്ള വിശ്വാസമാ തിമോത്തിയോസിനകത്ത് വന്നത്. ഇന്ന് ആഗ്രഹിക്കണം, എൻ്റെ അകത്ത് കനമേറിയത് എനിക്ക് അങ്ങനെ ഒന്ന് ആഗ്രഹിക്കണം, അങ്ങനെയൊന്ന് എനിക്ക് ആരാധിക്കണം, അങ്ങനെ പ്രാർത്ഥിക്കണം. ഇന്ന് എവിടെങ്കിലും ഒക്കെ ഒരു ധൈര്യക്കുറവുണ്ടോ? ഇന്ന് കൂട്ടുകാരുടെ ഇടയിലോ വീട്ടുകാരുടെ ഇടയിലോ ഒക്കെ നിൽക്കുമ്പോൾ യേശുവിനെ കുറിച്ച് ഒന്ന് പറയുമ്പോഴും എടുക്കുമ്പോഴും ഒക്കെ ഒരു ധൈര്യക്കുറവുണ്ടോ? അയ്യോ അവരറിയും ഇനി ഞാൻ പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെയാ പ്രാർത്ഥിക്കുന്നത് എന്നൊക്കെ ഒരു ധൈര്യക്കേട് ഉണ്ടാവുന്നുണ്ടോ? വിളിച്ചു പറയണം, എന്നെ ഭരിക്കുന്നത് ഭയത്തിന്റെ ആത്മാവല്ല, പക്ഷെ എന്നെ ഭരിക്കുന്നത് ധൈര്യത്തിന്റെയും സുബോധത്തിന്റെയും സ്നേഹത്തിന്റെയും ആത്മനിയന്ത്രണത്തിന്റെയും ആത്മാവത്രേ എന്നെ ഭരിക്കുന്നത്. ഹല്ലേലൂയ. ഇന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഒരുവന്റെ അകത്ത് വന്നാൽ ധൈര്യത്തിന്റെ ആത്മാവ് തന്നെയാ. അതാ നമ്മൾ കാണുന്നത് അപ്പോസ്തല പ്രവൃത്തിക്കകത്ത് ജനത്തിന്റെ മേൽ ദൈവാത്മാവ് വന്നു കഴിഞ്ഞപ്പം ദൈവാത്മാവ് അവർക്ക് കൊടുത്ത അബിലിറ്റി പ്രകാരം, അവർക്ക് കൊടുത്ത കഴിവ് പ്രകാരം അവരൊക്കെ അന്യഭാഷകളിൽ സംസാരിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. ദൈവം അവർക്ക് കൊടുത്ത ധൈര്യം കൊണ്ടാണ് പത്രോസ് ഇറങ്ങി നിന്ന് ധൈര്യത്തോടെ യഹൂദന്മാരുടെ ഇടയിൽ നിന്ന് പ്രസംഗിച്ചത് യേശുവിനെ കുറിച്ച് അല്ലെ. ആ ഭാഗം വായിക്കുമ്പോൾ നമുക്കറിയാം അവിടെ എന്തൊക്കെ സംഭവിക്കാം. സ്റ്റിഫാനോസിനെ കല്ലെറിഞ്ഞു കൊന്നതുപോലൊക്കെ കല്ലെറിയാമായിരുന്നു പത്രോസിന്റെ മേൽ. പക്ഷേ ഹല്ലേലൂയ, ആ ധൈര്യം ദൈവം കൊടുത്തു. സ്തോത്രം. ഇന്ന് നമ്മളുടെ അകത്തും പകർന്നിരിക്കുന്ന ക്ഷീണത്തിന്റെ ആത്മാവല്ല,
തളർന്നു പോകുന്ന ആത്മാവല്ല. ആരെങ്കിലും രണ്ട് വാക്ക് പറഞ്ഞാൽ എന്നാ ശരി, ഇനി ഞാൻ പ്രാർത്ഥിക്കുന്നുമില്ല, ഞാൻ ബൈബിൾ അങ്ങ് അടച്ചു വെച്ചേക്കാം, ഇനി ഞാൻ പ്രാർത്ഥിക്കുന്നില്ല എന്ന് പറയുന്ന ആത്മാവല്ല. പക്ഷെ നമ്മളുടെ അകത്ത് പകർന്നിരിക്കുന്ന ധൈര്യത്തിന്റെ ആത്മാവ, സ്നേഹത്തിന്റെ ആത്മാവ, സുബോധത്തിന്റെ ആത്മാവ. ഇന്ന് പ്രാർത്ഥിക്കണം, കർത്താവെ എന്റെ അകത്തുള്ള വിശ്വാസത്തിലും അപ്പുറം അതിന്റെ 4 ഇരട്ടി, അതിന്റെ 10 ഇരട്ടി ശക്തിയും ധൈര്യമുള്ള വിശ്വാസം എന്റെ മക്കൾക്കകത്ത് കയറി വരണം. ഹല്ലിയ. തലമുറ 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 നിലനിൽക്കുന്ന വിശ്വാസം, കത്തിക്കേറുന്ന വിശ്വാസം, ഒരു തലമുറയ്ക്കകത്തുനിന്ന് അപ്പുറത്തെ തലമുറയ്ക്കകത്തേക്ക് ഒന്നും കൂടെ ധൈര്യം പകരുന്നത് അല്ലെ. മോശയെക്കാട്ടിലും ധൈര്യമുള്ളവൻ ഉള്ള ഒരു തലമുറയായിരുന്നു യോശുവയുടെ തലമുറ. ഹല്ലേലൂയ. ആ യോശുവ ജനറേഷൻ 9 പറയുന്നത്, എന്ത് വെള്ളം ഇങ്ങോട്ട് തന്നേ, ഞങ്ങള് പോകാം, ഞങ്ങളുണ്ട് എന്ന് പറഞ്ഞ് ശക്തിയോടെ നിൽക്കുന്നേ. കാലേബിനെ നോക്കിയാൽ യോശുവ, കാലേബ് അവരൊക്കെ ഒരുമിച്ച് നിന്നവരാ അല്ലെ. കാലേബിനെ നോക്കുമ്പോൾ കാലേബ് പറയുന്നത്, എനിക്ക് 80 വയസ്സായി, പക്ഷെ എന്നാലും എനിക്ക് നല്ല ധൈര്യമാ, എനിക്ക് നല്ല ശക്തിയാ, എന്നെ അങ്ങോട്ട് ഏൽപ്പിച്ചേ, ഞാൻ ചെയ്യാം. ഹല്ലേലൂയ. ഇന്ന് ആ ഒരു ധൈര്യത്തോടെ വേണം ദൈവസന്നിധിയിൽ നിൽക്കാൻ. ഏത് സമയം വേണമെങ്കിലും കർത്താവിന് വേണ്ടി. അതാണ് ഈ 2 തിമോത്തിയോസ് വായിക്കുമ്പോൾ, അത് പിന്നെ ഒരു ദിവസം എടുക്കാം. 2 തിമോത്തിയോസ് വായിക്കുമ്പോൾ തിമോത്തിയോസിന് കൊടുക്കുന്ന ഉപദേശമാ, മോനെ തിമോത്തിയോസെ, നീ ഒരു പട്ടാളക്കാരനെ പോലെ നിൽക്കണം. ലൈക്ക് എ സോൾജിയർ, യു ഹാവ് ടു ബി ലൈക്ക് എ സോൾജിയർ എന്ന് പറഞ്ഞാൽ എപ്പം വിളിച്ചാലും ഐ ആം റെഡി എന്ന് പറഞ്ഞ് നിൽക്കുന്ന ധൈര്യം വേണം. കർത്താവ് ഏത് സമയം എന്ത് ഏൽപ്പിച്ചാലും, അതേ കർത്താവെ ഞാനുണ്ട് ഇവിടെ, ഞാൻ പോകാം എന്ന് പറയുന്ന ധൈര്യം നമ്മളുടെ അകത്ത് വേണം. അല്ലേ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ധൈര്യത്തിന്റെ ആത്മാവ്. ഇന്ന് ഈ വചനം കേൾക്കുന്നവരുടെ ഇടയിൽ എവിടെയെങ്കിലും ധൈര്യക്കുറവുണ്ടെങ്കിൽ, കുടുംബത്തിനകത്തോ കൂട്ടായ്മയ്ക്കകത്തോ എവിടെയെങ്കിലും ആരെങ്കിലും ഭയന്നിരിപ്പുണ്ടെങ്കിൽ, ഞാൻ മറ്റുള്ളവരെ അറിഞ്ഞാൽ എന്ത് ചെയ്യും എന്നൊക്കെ പറഞ്ഞിരിപ്പുണ്ടെങ്കിൽ, ഇന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഈ വചനം എടുത്ത് പ്രാർത്ഥിക്കണം. ഇന്ന് സ്വന്തമായിട്ട് പ്രാർത്ഥിക്കണം. ഭവനങ്ങൾക്കകത്തൊക്കെ ഭർത്താവ് വഴക്ക് പറയുന്നു, മക്കള് വഴക്ക് പറയുന്നു, എങ്ങനെയാ സഹോദരി ഞാൻ പ്രാർത്ഥിക്കുന്നു എന്നൊക്കെ ഈ വചനം എടുത്ത് വെച്ച് പ്രാർത്ഥിക്കണം. വചനത്തിന് ക്രിയ ചെയ്യാൻ ശക്തിയുണ്ട്. വിളിച്ചു പറയണം, ഭീരുത്വത്തിന്റെ ആത്മാവല്ല, പക്ഷെ ധൈര്യത്തിന്റെയും സുബോധത്തിന്റെയും സ്നേഹത്തിന്റെയും ആത്മാവാ എന്റെ അകത്ത് കിടക്കുന്നത്. ഹല്ലിയ. എന്നെ കൊണ്ട് സാധിക്കും. എന്റെ അകത്ത് കിടക്കുന്ന തീ കത്തുന്ന വിശ്വാസമാ. എന്റെ കുഞ്ഞുങ്ങൾക്കകത്തേക്ക് ഈ വിശ്വാസം ഇരട്ടി ശക്തിയോടെ കയറും. കർത്താവ് അനുഗ്രഹിക്കട്ടെ, ധൈര്യപ്പെടുത്തിട്ട് ഹല്ലിയ. തലമുറ തലമുറ നിലനിൽക്കുന്ന തീ കത്തുന്ന വിശ്വാസം ഇന്ന് ഓരോരുത്തരുടെയും കുടുംബങ്ങൾക്കകത്ത് വെളിപ്പെടട്ടെ. കർത്താവ് സഹായിക്കട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.